അസ്സലാമു അലൈക്കും. റംദാൻ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. പുണ്യമാസം സമാഗതമായിരിക്കുകയാണ്. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത് ശാരീരികവും മാനസികവും ആത്മീയവുമായുള്ള സംസ്കരണം തന്നെയാണ്. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എല്ലാ മതത്തിലും വ്രതാനുഷ്ഠാനമുണ്ട്. റമദാനിലെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് നാം പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ ആഹാരപാനീയങ്ങൾ വർജിക്കുക എന്നുള്ളതാണ്. ആഹാരപാനീയങ്ങൾ വർജിക്കുക മാത്രമല്ല, നമ്മൾ നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല വാക്കുകൾ, അതേപോലെ തന്നെ നമ്മളെ സഹജീവികളെ സഹായിക്കാനുള്ള സന്മനസ്സ്, അതായത് നമ്മളെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുക, സക്കാത്തും സദക്കയും കൊടുക്കുക, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉള്ള ഒരു പുണ്യ മാസത്തിൻ്റെ പൂക്കാലമാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. ഇവിടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. ഇതിൻ്റെ ദഹന പ്രക്രിയയിലൂടെ കാർബോഹൈഡ്രേറ്റാണ് നമുക്ക് ഊർജ്ജം നൽകുന്ന വസ്തുവായി രൂപാന്തരപ്പെടുന്നത്. അതായത് ഗ്ലൂക്കോസാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫാറ്റും പ്രോട്ടീനും അതിൻ്റെ ആഗിരണം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ദഹന പ്രക്രിയയിലൂടെ മാറ്റപ്പെടുന്നു. ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നമ്മുടെ മറ്റ് ആക്ടിവിറ്റികൾക്കും, നമുക്ക് നടക്കുന്നു, ഓടുന്നു, ഞാൻ സംസാരിക്കുന്നു, ഇതിനൊക്കെ എനർജി ആവശ്യമാണ്. ഇതൊക്കെ ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. നമ്മൾ 15 മണിക്കൂറുകളോളം ആഹാര പാനീയങ്ങൾ വർജിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എനർജി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് സമയത്തിൽ മാത്രമാണ്, ആഹാര സമയത്തിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റ് സ്റ്റാർവേഷൻ, ആഹാരം തീരെ കിട്ടാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയിലോട്ട് വരുന്നില്ല. റമദാൻ ഹെൽത്ത് ടിപ്സ് brought to you by Metro Medical Center, Ajman, your family medical center.